അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ട്രയാങ്കിളുകൾ വരച്ച് 45 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി അതിൻ്റെയൊക്കെ സൈൻ കോസ് ടാൻ ഉള്ളതിൻ്റെ വാല്യൂ ആണ് പഠിച്ചത്. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടി കൂടിച്ചേർത്ത് ഒരു ടേബിൾ രൂപത്തിലാക്കി അവിടെ കുറേ സംഗതികൾ പഠിക്കാനുണ്ട്. നോക്ക്, അപ്പോൾ നമ്മൾ പഠിച്ചത് സൈൻ കോസ് ടാൻ ഈ മൂന്നാൾക്കാരെ വാല്യൂ ആണ്. ഇതുവരെ പഠിച്ചിട്ടുള്ള ആംഗിളുകൾ ഒന്ന് 30 ഡിഗ്രി, ഒന്ന് 45 ഡിഗ്രി, പിന്നെ ഒന്ന് 60 ഡിഗ്രി. നമുക്കിവിടെ കൂടുതലായിട്ട് ഒരു 0 ഡിഗ്രി പഠിക്കണം, അതുപോലെ 90 ഡിഗ്രിയിലുള്ളത് പഠിക്കണം. 90 ഡിഗ്രിയിലുള്ളത് പഠിക്കണം. അപ്പോൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇത്രയും ആംഗിളുകളിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂസ് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്ക്, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആ ട്രയാങ്കിൾ നോക്കി സൈനിൻ്റെ 30 ഡിഗ്രി 45 60 ഈ 3 ഡിഗ്രികൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സൈൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അതുപോലെ സൈൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3/2 ആണ്. ഇതെല്ലാം പഠിച്ച് ബോക്സിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, സൈൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അതുപോലെ സൈൻ 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിൻ്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അത് വിരല് ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ, അതുപോലെ സൈൻ 0 ആണെങ്കിൽ അതിൻ്റെ വില എത്രയാണ്? 0 തന്നെയാണ്. ഇനി കോസിലും ടാനിലും ഇതേ വിലകൾ എഴുതണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, കോസിലും ഇതുപോലെ 30 45 60 ഡിഗ്രി, ടാനിലും ഇതുപോലെ 30 45 60 ഡിഗ്രി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് നോക്കിക്കോ. സൈനിൻ്റെ ഈ ഒരു 5 വാല്യൂസ് മാത്രം തൽക്കാലം പഠിക്കുക. ആ 5-ൽ തന്നെ ഈ 2 വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഒറ്റ കാര്യം വെച്ചാൽ ഈ സൈൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 തന്നെ. സൈൻ 90 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 1. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ 3 വാല്യൂസ് മാത്രം പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ വാല്യൂസ് അവിടുന്ന് ഇങ്ങോട്ട് എഴുതുക, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഓർഡറിൽ എഴുതുക. അങ്ങനെ ആകുമ്പോൾ കോസിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ആദ്യം 1 അല്ലേ ഉള്ളത്, അപ്പൊ ആ 1 ആദ്യം ഇവിടെ എഴുതുക. ദെൻ √3/2 ഇവിടെ എഴുതുക. ദെൻ 1/√2 എഴുതുക. 1/2 എഴുതാം, 0 എഴുതാം. ഓക്കെ, അപ്പോ സൈനിന്റെ ഈ 5 വാല്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കോസിന്റെ വാല്യൂസ് എഴുതാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഓർഡർ ഒന്ന് തെറ്റിച്ച് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഓർഡറിലേക്ക് എഴുതുക. അപ്പൊ എന്തിന്റെ വാല്യൂ കിട്ടും? കോസിന്റെ വാല്യൂ കിട്ടും. സോ കോസ് 0 എന്ന് പറഞ്ഞാൽ 1, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2, കോസ് 45 1/√2, കോസ് 60 1/2 ആൻഡ് കോസ് 90 ദാറ്റ് ഈസ് 0. ഇനി ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സൈനും കോസും ടാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് എന്നാണ് പഠിച്ചത്. ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ബൈ കോസ്. അതായത് സൈനിന്റെ വിലയെ കോസിന്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാനിന്റെ വില കിട്ടും എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ടാനിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ സൈനിന്റെ വാല്യൂകളെ മൊത്തം ഈ കോസിന്റെ വാല്യൂകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോ ടാൻ 0 കിട്ടണമെങ്കിൽ സൈൻ 0-നെ കോസ് 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്താ? 0/1 എന്ന് പറയാം. 0/1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0. ഇനി ടാൻ 30ന്റെ വില കാണണം. എന്ത് ചെയ്താൽ മതി? സൈൻ 30-നെ കോസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക? സൈൻ 30 തന്നെ 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് കിട്ടും. സൈൻ 30 1/2, കോസ് 30 √3/2. സോ ടാൻ 30 കാണാൻ 1/2 ഡിവൈഡഡ് ബൈ √3/2. അപ്പൊ എങ്ങനെ കിട്ടുക? 1/2 ഇൻറ്റു ഈ താഴെ തിരിച്ചിടുക, ദാറ്റ് ഈസ് 2/√3 എന്ന് കിട്ടും.
2 കട്ട് ചെയ്ത് പോയി, ദാറ്റ് ഈസ് 1/√3 കിട്ടി. അപ്പൊ കിട്ടി ടാൻ്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് 1/√3. ഇനി ഇവിടെ നോക്ക് 1/√2 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, സോ ഇറ്റ് ഈസ് 1. ഇനി എന്ത് ചെയ്യണം, √3/2 ഡിവൈഡഡ് ബൈ 1/2 അല്ലെ. ടാൻ 60 കാണാൻ വേണ്ടി √3/2 ഡിവൈഡഡ് ബൈ 1/2 ചെയ്യുക. അപ്പോഴും ഇതുപോലെ തിരിച്ചിട്ട് ഗുണിക്കുക, ദാറ്റ് ഈസ് √3/2 ഇൻറ്റു 2/1, 2 കട്ട് ചെയ്യും, ദാറ്റ് ഈസ് √3. ഇനി മനസ്സിലാക്കണം, ടാൻ 90 കാണാൻ സൈൻ 90 കോസ് 90 കൊണ്ടായിരിക്കണം, ദാറ്റ് ഈസ് 1/0 നിർത്തും. ഒരു നമ്പറിനെ പോലും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സോ അങ്ങനെ ചെയ്യാൻ പറ്റൂല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പുതിയൊരു സിമ്പൽ പഠിക്കണം, അതാണ് ഇൻഫിനിറ്റി. ആ സിമ്പലിനെ പറയുന്ന പേരാണത് ഇൻഫിനിറ്റി എന്നാണ് പറയാ. ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി. അപ്പോൾ ഒന്നുകിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് എഴുതാം, രണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ടാൻ 90യുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ സൈൻ കോസ് ടാൻ എന്ന 3 റിലേഷനുകളുടെ 0, 30, 45, 60, 90 ഇത്രയും ആംഗിളുകളിലുള്ള വാല്യൂസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത്രയും പഠിക്കാനുണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ആകെ പഠിക്കേണ്ടത് ഈ 3 വാല്യൂസ് മാത്രം. സൈൻ 0ന്റെ വാല്യൂ എപ്പോഴും 0 ആണെന്ന് ആലോചിക്കുക. അതുപോലെ സൈൻ 90ന്റെ വാല്യൂ സൈനിന്റെ മാക്സിമം വാല്യൂ ആയ 1 ആണെന്ന് കരുതുക. അതിനിടയിലുള്ള ഈ 3 വാല്യൂസ് പഠിക്കുക. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൈനിന്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നേരെ റിവേഴ്സിൽ എഴുതിയാൽ, അവിടുന്ന് ഇങ്ങോട്ടുള്ള രൂപത്തിൽ എഴുതിയാൽ കോസിന്റെ വാല്യൂ കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് ടാനും സൈനും കോസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, സൈനിന്റെ ഓരോ വാല്യൂകളെയും കോസിന്റെ വാല്യൂകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാനിന്റെ വാല്യൂ കിട്ടും. സോ ടാൻ 0 കിട്ടാൻ സൈൻ 0 കോസ് 0 ഡിവൈഡ് ചെയ്തു, ദാറ്റ് ഈസ് 0/1, ദാറ്റ് ഈസ് 0. ദെൻ സൈൻ 30 കിട്ടാൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 2 കട്ട് ചെയ്ത് പോകും, 1/√3. കണ്ട, അങ്ങനെ തന്നെ അവിടെ ചെയ്താൽ 2 2 കട്ട് ചെയ്ത് പോയി, മേലെ 1 താഴെ √3, സോ ഇറ്റ് ഈസ് 1/√3. ഇത് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം സാധനമാണ്, രണ്ടും കട്ട് ചെയ്ത് പോയി, സോ ഇറ്റ് ഈസ് 1. ഇവിടെ 2 2 കട്ട് ചെയ്ത് പോയി, ദെൻ √3/1, √3/1 എന്ന് പറഞ്ഞാൽ √3. ദെൻ ഇവിടെ 1/0. ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ദാറ്റ് ഈസ് ഇൻഫിനിറ്റി എന്നുള്ള കാര്യം. അത്രയും ആണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ഈ ഒരു വാല്യൂസ് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിലുള്ള എല്ലാ വാല്യൂസും നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പോൾ സൈൻ 45 അല്ലെങ്കിൽ ടാൻ 60, ടാൻ 30 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതെന്ത് ചെയ്യണം, പറയാൻ പറ്റണം. അപ്പോൾ ഈ ഒരു വാല്യൂ കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ. കറക്റ്റ് എഴുതി വെക്കിട്ട. ഓക്കെ, ഇത് എഴുതി വെക്കണം. അപ്പോ ഇത്രയാണ് തിയറി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 2 അപ്ലിക്കേഷനും കൂടെ പഠിക്കാനുള്ളൂ. അതിൽ ഒരു അപ്ലിക്കേഷനെ നമ്മളിപ്പോൾ പഠിക്കുള്ളൂ. വേറൊരു അപ്ലിക്കേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അത് തീരണം. ഓക്കെ, അത് തീർന്നാലേ നമുക്ക് വേറൊരു അപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അപ്ലിക്കേഷനിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരു സർക്കിളിൻ്റെ എന്താ പറയുക, റേഡിയസ്, ആരം കാണാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ വേറൊരു അപ്ലിക്കേഷൻ അതെന്താണെന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ആണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഇതെന്താണ്, ഒരു ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് നോക്കിക്കോളൂ. ഇതിലൊരു ബിൽഡിംഗ് ഉണ്ട്, എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗ്രൗണ്ടാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന് ഹൈറ്റ് 40 മീറ്റർ ആണ്. 40 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി ഈ ഗ്രൗണ്ടിൽ തന്നെ കുറച്ച് വിട്ട് ഈ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറി ഈ ഒരു പോയിന്റിൽ, ഈ പോയിന്റാണെങ്കിൽ തൽക്കാലം ബി എന്ന് അടയാളപ്പെടുത്താം. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരാൾ നിൽക്കുന്നുണ്ട്.
ഓക്കെ, ഒരാൾ നിന്നിട്ട് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേക്ക്, അതായത് ഈ പോയിന്റിലോട്ട് മൂപ്പരിങ്ങനെ നോക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യണത്, ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേക്ക്, അപ്പൊ ഈ സി എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേക്കുള്ള പോയിന്റിലേക്ക് അയാൾ നോക്കുകയാണ്. അപ്പൊ നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് ത്രികോണമായിട്ട് ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ല, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ടല്ലേ നോക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായില്ല, ഗ്രൗണ്ടുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടായി. ആ ആംഗിൾ തൽക്കാലം ഒരു 45 ഡിഗ്രിയാണ് നിർത്തിക്കുക, 45 ഡിഗ്രി. അപ്പോൾ ചോദ്യത്തിൽ ഇത്രയാണ് തന്നത്. കറക്റ്റ് ചോദ്യം എങ്ങനെയാണ് വരിക, ഗ്രൗണ്ടിലുള്ള ഒരു ബിൽഡിങ്ങിന് 40 മീറ്റർ ഉയരമുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിൽ നിന്നും ഒരു നിശ്ചിത ദൂരം മാറി ഒരാള് ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് 45 ഡിഗ്രി കോണളവിൽ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ നിന്നും എത്ര മാറിയാണ് അയാൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയാണ്. ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ 40 മീറ്റർ ഉയരമുള്ള ഒരു എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൽ നിന്നും ഒരു നിശ്ചിത ദൂരം മാറി ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യാണ്, ബിൽഡിങ്ങിന്റെ ഏറ്റവും ഉയരത്തിലേക്ക്, ഏറ്റവും മേലുള്ള ഉയരത്തിലേക്ക് എന്ത് ചെയ്യാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ നോക്കുന്ന ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയിലാണ് നോക്കുന്ന ആംഗിൾ. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ ബിൽഡിങ്ങിൽ നിന്നും എത്ര മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ എത്ര മാറിയാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതല്ലേ ആള്, ഇതല്ലേ ബിൽഡിങ്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, AB ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞതിന്റെ അർത്ഥം, ക്വസ്റ്റ്യൻ അത്രയൊക്കെ വിവരിച്ചതിന്റെ അർത്ഥം AB എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഒരു കാര്യത്തിൽ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ നോക്ക്, ഇവിടെ നമ്മളൊരു ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ഈ ഗ്രൗണ്ടുമായിട്ട്. ഇത് ആള് നോക്കണ സാധനം കേട്ടോ. അത് അപ്പൊ നോക്കുമ്പോൾ നമ്മൾ കണ്ണെന്ന് ഒരു സംഗതി ഇങ്ങനെ ഉണ്ടാവില്ലേ, ആ ഇതാണ് ഇത് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തില്ലേ, ഈ ആംഗിളിനെയാണ് മേൽകോൺ എന്ന് പറയാ. ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽകോൺ എന്നാണ് പറയാ. മേൽകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ. അതൊന്നുമില്ല, മേലുള്ള ഒരു വസ്തുവിനെ താഴെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് മേൽകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയാം. അതിവിടെ എത്രയാണ്, 45 ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ രൂപത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി, ക്വസ്റ്റ്യനിൽ ഫിഗർ തരൂല. ഇതിപ്പോ ഫിഗർ വരച്ചു, പക്ഷെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യില്ല, ഫിഗർ തരില്ല. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫിഗർ വരയ്ക്കേണ്ടി വരും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ, എന്തായിരുന്നു, ഒരു ഗ്രൗണ്ടില് ഒരു ബിൽഡിങ് നിൽക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ദൂരം അല്ലെങ്കിൽ ഉയരം എത്രയാണ്, 40 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഈ ചിത്രം തൽക്കാലം ഒന്ന് വായിക്കുക, എങ്ങനെ അത് വരയ്ക്കാൻ നോക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രൗണ്ട് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ട ഉടനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, ഗ്രൗണ്ട് ഇതിൽ വരച്ചേക്കുക, ഗ്രൗണ്ട് വരച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെന്ത് പറഞ്ഞു, ആ ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഉയരം 40 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, ഒരു 40 മീറ്ററുള്ള ഒരു ബിൽഡിങ് വരയ്ക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ ബിൽഡിങ്ങിൽ നിന്നും കുറച്ച് ദൂരം മാറി ഒരാൾ നിൽക്കുന്നുണ്ട്. അയാള് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേൽഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറി. അപ്പൊ ദാ ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ ഒരാൾ നിന്നിട്ട് എങ്ങോട്ട് നോക്കുന്നുണ്ട്, ബിൽഡിങ്ങിന്റെ മേപ്പോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വരും അത്, ആ നോട്ടം ഇങ്ങനെ ഉണ്ടാവും. ഇനി ആ നോക്കണ ആംഗിൾ പറഞ്ഞു, അത് എത്രയാണ്, അത് 45 ഡിഗ്രിയാണ്. അപ്പൊ കണ്ടോ, എല്ലാ ആയി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പേര് കൊടുക്കുക. ഇത് എ, ഇത് ബി, ഇത് സി, പേര് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ കാണുന്നത്, ഈ ബിൽഡിങ്ങും അയാളും തമ്മിലുള്ള ഈ ഉയരം, അതാണ് AB. ഇത്രയായി. അപ്പോൾ ഈ ചോദ്യം വായിച്ച് ഈ ഒരു ഫിഗർ വരച്ചാൽ തന്നെ ഒരു മാർക്ക് 5 കിട്ടും. ഓക്കെ,
ഇനി നോക്ക്, നമുക്ക് കാണേണ്ടത് ഈ എ ബി എന്ന് പറയുന്ന സൈഡാണ്. പല രൂപത്തിൽ നമുക്കത് കാണാം. ആദ്യം തന്നെ നോക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ ആണ് നോക്കേണ്ടത്. ബിൽഡിംഗ് എപ്പോഴും എന്തായിരിക്കും, ഗ്രൗണ്ടിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെയുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ എന്ത് കിട്ടി, 45 ഡിഗ്രി എന്ന് കിട്ടി. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, 45 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇപ്പൊ നോക്കിയാട്ടെ, ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു 45 45 90 ത്രികോണാണ് അല്ലേ. 45 45 90 ട്രയാങ്കിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ 45 45 90 ത്രികോണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്, എന്താണോ 45 ഡിഗ്രീന്റെ ഓപ്പോസിറ്റിലുള്ളത് അത് തന്നെ ആയിരിക്കും ഈ 45 ഡിഗ്രീന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റിൽ എന്താണുള്ളത്, 40 മീറ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓപ്പോസിറ്റിൽ ഇവിടെയും എന്ത് തന്നെയാണ് ഉണ്ടാവുക, 45 മീറ്റർ തന്നെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പൊ എന്ത് കിട്ടി, ഈ എ ബി എന്ന് പറയുന്ന ദൂരം 45 മീറ്റർ ആണ് കിട്ടി. അതായത് ഈ ബിൽഡിങ്ങും ഈ നിൽക്കുന്ന ആളും ബിൽഡിങ്ങിലേക്ക് നോക്കുന്ന ആ ആളും തമ്മിലുള്ള ദൂരം, ആ ലെങ്ത്, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി, 45 മീറ്റർ ആണ്. സോ ആൻസർ ആയി. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, ആൻസർ ആയി. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചിത്രം വരക്കണം, ഈ ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഈ ആംഗിളുകളൊക്കെ അടയാളപ്പെടുത്തിയാൽ എങ്ങനെ കിട്ടും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ഇങ്ങനെ തന്നെ ഈ ചോദ്യം ചോദിക്കണമെന്നില്ല. ഈ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ പിന്നെയും സംഭവിക്കാം. ഇപ്പൊ നോക്ക്, ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് പറയാം. ഗ്രൗണ്ടില് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ചോദ്യം പറയുമ്പോൾ തന്നെ വരച്ചു പോവാ. ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ബിൽഡിങ്ങിന്റെ ഉയരം ഒന്നും പറഞ്ഞിട്ടില്ല. ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എ ബി എന്ന് പറയുന്ന ബിൽഡിംഗ് വരച്ചു. ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് വിട്ടു മാറി ഒരാള് ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക്, ഏറ്റവും മുകളിലുള്ള പോയിന്റിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇന്ന് കുറച്ച് വിട്ടു മാറി തന്നെ ഇവിടുന്ന് ഒരാൾ ടോപ്പ് പോയിന്റിലേക്ക്, മേലേക്കുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇതിന് തൽക്കാലം സി നോക്കുക. ആ നോക്കുന്ന ആംഗിൾ ഒരു 45 ഡിഗ്രിയാണെന്ന് എഴുതാം. നോക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇനി പറഞ്ഞത് ഈ ബിൽഡിങ്ങും ഈ ആളും തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ടാണ്. ഈ ബിൽഡിങ്ങും ആളും തമ്മിലുള്ള ദൂരം ഒരു 10 മീറ്റർ ആണ്. ബിൽഡിങ്ങും ആളും തമ്മിലുള്ള ദൂരം എത്രയാണ്, 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഉയരം എത്ര, ഈ ബിൽഡിങ്ങിന്റെ ഉയരം എത്ര എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 45 ആണ്. ഈ ബിൽഡിംഗ് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്നത് 90 ആയിരിക്കും. ഈ ആംഗിൾ അതുകൊണ്ട് തന്നെ 45 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പൊ നോക്ക്, ഇവിടെ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റിലുള്ള ഈ ലെങ്ത്തും എന്ത് തന്നെ ആയിരിക്കും, 10 മീറ്റർ തന്നെ ആയിരിക്കും. ആ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡിങ്ങിന്റെ ഉയരമാണ്. സോ ദ ലെങ്ത് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയെന്ന് കിട്ടും, 10 മീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോ ഒന്നുകിൽ ഇത് തന്നിട്ട് ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതും ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ ചിത്രം വരയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ചിത്രം വരച്ചു കഴിഞ്ഞാൽ എന്താണോ റിലേഷൻ നോക്കിയിട്ട് അത് വരയ്ക്കുക. ഇനി ഇവിടെ 45 ഡിഗ്രി തന്നെ തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കും, ഇവിടെ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ 30 ഡിഗ്രി തന്നിട്ടുണ്ടാവുക. 30 ഡിഗ്രി. അപ്പോൾ എന്താവും, ഇത് 60 ഡിഗ്രി ആവും. അപ്പൊ നമ്മൾ ആ 30 60 90 ത്രികോണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിലേഷൻ പഠിച്ചിട്ടുണ്ട്. 30ന്റെ ഓപ്പോസിറ്റിൽ ഇന്നാണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റിൽ ഇന്നതാണ് എന്നുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡിൽ ഈ ബിൽഡിങ്ങിന്റെ ഉയരമോ അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ കാണാനുള്ള വഴി. ഇനി രണ്ടാമതൊരു മെത്തേഡ് കൂടി ഉണ്ട് ഇതിൽ.
അത് പഠിക്കണം. ഇപ്പൊ വേറൊരു ചോദ്യം കേട്ടോ. ചോദ്യം ഇതാണ്: ഒരു ഗ്രൗണ്ടിലൊരു ബിൽഡിംഗ്, ഒരാൾ ഇവിടുന്ന് ബിൽഡിങ്ങിന്റെ മേലോട്ട് നോക്കുകയാണ്. എ ബി സി എന്ന് പേരിട്ടു. ഈ നോക്കുന്ന ആംഗിൾ തൽക്കാലം 45 ഡിഗ്രി എന്ന് തന്നെ കരുതിക്കോളൂ. ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ടോ 45 എടുക്കുന്നത്. ഇനി ഇത് തന്നു, ഇതൊരു 20 മീറ്റർ ആണ് തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലെങ്ത് കാണണം. ഒറ്റയ്ക്ക് നിങ്ങൾ പറയും ഇത് 45 ഇത് 45, സോ ഇത് 20 ആണ്, ഇതും അത്ര തന്നെ ആയിരിക്കും, 20 ആണെന്ന് പറയും. കാരണം 45ന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡുകൾ എന്തായിരിക്കും, തുല്യമാണെന്നുള്ളതുകൊണ്ട് ഇത് 20 ആണെന്ന് പറയും. അത് പറയാത്തതല്ല പ്രശ്നം. ആ രീതി അല്ലാതെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ ആ ത്രികോണത്തിന്റെ പ്രത്യേകത 45, 45, 90 ത്രികോണത്തിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കും. ഓക്കെ, ഇപ്പൊ നോക്ക്, നമുക്ക് ഇതിൽ തന്നത്, ഈ ത്രികോണത്തിൽ തന്നത് ഈ 45ന്റെ എതിർവശമായ 20 ആണ്. 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമായ 20 ആണ് തന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് 45ന്റെ സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡായ എ ബി ആണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ പോയിന്റ് ഇതാണ്, തന്നത് ക്വസ്റ്റ്യനിൽ തന്നത് ഈ തന്ന ആംഗിളിന്റെ എതിർവശം ഓപ്പോസിറ്റ് സൈഡും കാണേണ്ടത് 45ന്റെ അഡ്ജസന്റ് സൈഡ് എ ബി, സമീപവശം എ ബിയുമാണ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യേണ്ടത് എതിർവശവും സമീപവശവും, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. എതിർവശവും സമീപവശവും, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും. എന്താ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള ബന്ധം? അത് ടാൻ ആണ്. എന്താണ്? ടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടാൻ 45 നിൽക്കുക. ടാൻ 45 ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് ബി സി ബൈ എ ബി എന്ന് പറയാം. ടാൻ 45 ഈക്വൽ ടു ബി സി ബൈ എ ബി. എന്തുകൊണ്ടാണ് ഇവിടെ ടാൻ നിൽക്കാൻ കാരണം? കാരണം എത്രയേ ഉള്ളൂ, ഈ 45ന്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണിത്. ഈ 45ന്റെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡാണിത്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ടാൻ ആണ്. എന്താ ടാൻ എന്ന് പറഞ്ഞാൽ? ടാൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എതിർവശവും സമീപവശവും, അതായത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള ബന്ധം എന്താ? ടാൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ടാൻ എടുത്തത്. സോ ടാൻ 45 ഈക്വൽ ടു ബി സി ബൈ എ ബി. ടാൻ 45ന്റെ വാല്യൂ 1 ആണെന്ന് അറിയാം. ബി സിയുടെ വാല്യൂ 20, എ ബിയുടെ വാല്യൂ അറിയില്ല. സോ എ ബി അവിടെ എഴുതി. എ ബി ആണ് കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെങ്ങനെ ഇങ്ങോട്ടും ഇതിനെങ്ങനെ ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. എ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബി. 1 ഇൻറ്റു 20 ദാറ്റ് ഈസ് 20. സോ എന്ത് കിട്ടി? എ ബി എന്ന് പറയുന്ന ലെങ്ത് 20 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ പറയും ഈ മെത്തേഡ് വേണ്ട, മറ്റേ മെത്തേഡ് മതി, അതാവുമ്പോൾ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുമല്ലോ എന്ന് അറിയും. പക്ഷേ ഈ മെത്തേഡുകൾ പഠിക്കണം. കാരണം ഇവിടെ എപ്പോഴും 45 ഡിഗ്രി തന്നോളണമെന്നില്ല. ചില സമയങ്ങളിൽ ഇവിടെ 55 ഡിഗ്രി തരാറുണ്ട്, 65 ഡിഗ്രി തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ട്രയാങ്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, 55, 65 കണ്ടിട്ട് പേടിക്കണ്ട, അതിൻ്റെയൊക്കെ വാല്യൂ തരും. ഇനി വേറൊരു ചോദ്യം ഇതാ, വേറൊരു ചോദ്യം നോക്കിക്കോ. ഇതില് എന്തുണ്ട്? ഈ ഒരു സൈഡ്, ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അത് 55 ഡിഗ്രി ആണെന്ന് കരുതിക്കോ. ഇവൻ തൽക്കാലം ഒരു 20 ആണെന്ന് കരുതിക്കോ. ബി സി കാണണം. നേരത്തെ പോലെ തന്നെയാണ് ചോദ്യം. ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരാൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് വരം വരച്ചു എന്നുള്ളൂ നേരത്തെ. എന്നിട്ട് നമുക്ക് ഈ ബി സി എന്ന് പറഞ്ഞാൽ, അതായത് ആ ബിൽഡിങ്ങിന്റെ ഉയരം, ബി സി എന്ന് പറയുന്ന ഉയരം കാണണം. എങ്ങനെ കാണും നോക്ക്. നമുക്ക് തന്നിട്ടുള്ള ഈ ആംഗിളാണ് അല്ലേ. ഈ ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിന്റെ അഡ്ജസന്റ് സൈഡ്, അതായത് സമീപവശമാണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിന്റെ എതിർവശം, അതായത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ എന്ത് കിട്ടേണ്ടത്? ഓപ്പോസിറ്റ് സൈഡും
അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. എന്താ ബന്ധം? ടാൻ ആണ് ബന്ധം. എന്താണ്? ടാൻ. സോ നമുക്ക് എന്ത് എഴുതാം? ടാൻ 55 ഡിഗ്രി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എതിർവശം ബൈ സമീപവശം, ദാറ്റ് ഈസ് ബി സി ബൈ എ ബി. ബി സി ബൈ എ ബി എന്ന് എഴുതാൻ കാരണം എന്താണ്? ടാൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ സമീപവശം ആയതുകൊണ്ട്. ഇനി ടാൻ 55 ഈക്വൽ ടു ബി സിന്റെ വാല്യൂ എത്രയാണ്? തന്നിട്ടില്ല. ബി സി ആണ് നമുക്ക് കാണേണ്ടത്. എ ബിന്റെ വാല്യൂ തന്നു, അത് എത്രയാണ്? 20 ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബൈ 1 ഇടുക, ഇങ്ങനെ അങ്ങോട്ടും ക്രോസ് ചെയ്യുക. ബി സി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബി സി എന്ന് കിട്ടും. ഇവിടെ നിന്ന് കിട്ടും 20 ഇൻറ്റു ടാൻ 55 എന്ന് കിട്ടും. അപ്പോൾ ഈ ബി സി എന്ന് പറഞ്ഞ ലെങ്ത് എങ്ങനെ കിട്ടുക? 20 ഇൻറ്റു ടാൻ 55 ചെയ്താലാണ് കിട്ടുക. ക്വസ്റ്റ്യനിൽ തരും ടാൻ 55ന്റെ വാല്യൂ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ തരും ടാൻ 55 ഈക്വൽ ടു ഇത്ര ഒരു സംഖ്യ എന്ന് ബ്രാക്കറ്റിൽ തരും. അപ്പോൾ ആ തന്നതെന്തോ അത് ഇതിൽ കൊടുക്കുക, അതിന് 20 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം ഇതിൻ്റെ വാല്യൂ കിട്ടും. ബി സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ചെയ്യല്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മെത്തേഡ് നോക്കി വെക്കണം. ഒന്നാമത്തെ മെത്തേഡ് 45, 45, 90 ത്രികോണമാണെങ്കിലും 30, 60, 90 ത്രികോണമാണെങ്കിലും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് കാണാൻ പറ്റും. പക്ഷെ എപ്പോഴും ആംഗിളുകൾ അതായിരിക്കണം എന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ഇതുപോലെ ആംഗിളുകൾ വരും. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ ഒരു ചോദ്യം പല രൂപത്തിൽ ഇനി വരാം. ഒറ്റയടിക്ക് നിങ്ങളോട് ഇതാണ് ഉയരം, ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് ഇതിനുള്ള ദൂരം എത്ര എന്ന് കാണുക എന്ന് ചിലപ്പോൾ നേരിട്ട് ചോദിച്ചോളണം എന്നില്ല. പല രൂപത്തിലും ഇത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. പക്ഷെ തിയറി ബേസിക്കലി ഇത്രയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഒന്നുള്ളത് ആ സർക്കിളിൻ്റെ റേഡിയസ് കാണാനുള്ളത്, അത് രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത്രയും സംഗതികൾ പഠിച്ചാൽ തന്നെ ഒരുവിധം ഇതൊന്ന് മാർക്ക് കിട്ടാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. സോ ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം, അതുപോലെ ആ കള്ളി പെട്ടിക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ വാല്യൂസ് പഠിച്ചു. ആ വാല്യൂസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ചാപ്റ്റർ ഫിനിഷ്ഡ്.